കൊച്ചിയിലെ തൂഫാൻ യോഗം പോലീസ് തള്ളിയതോടെ വിശദീകരിക്കാനാകാതെ കോൺഗ്രസ് നേതൃത്വം പ്രതിസന്ധിയിൽ. ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കാൻ ഗുണ്ടകളുടെ ആവശ്യമില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. 2 ആഴ്ച മുൻപാണ് ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം എന്ന പേരിൽ കെ സുധാകരൻ യോഗം വിളിച്ചത്. ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കൊച്ചിയിൽ കെ സുധാകരൻ MP വിളിച്ച യോഗത്തിലാണ് ക്രിമിനൽ കേസ് പ്രതികളും ഗുണ്ടാ നേതാക്കളും ഉൾപ്പെടെ എത്തിയത്. 2 ആഴ്ച മുൻപ് നടന്ന യോഗത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായി. എറണാകുളം DCCയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നേരത്തെ തന്നെ യോഗത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കാൻ പോലീസിന് ഗുണ്ടകളുടെ ആവശ്യമില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറും വ്യക്തമാക്കി. ലഹരി എന്ന് പറയുന്നത് വളരെ ഒരു കുട്ടുള്ള കാര്യമാണ്. അതിൽ പോലീസും ഉദ്യോഗസ്ഥർ മാത്രം അതിനോട് സപ്ലൈ ചെയ്യാൻ നമുക്ക് കട്ടൈൻ ചെയ്യാൻ പറ്റും. അതിൽ പെടக்கூடிய ആൾക്കാരെ നമുക്ക് നേതൃത്വം അനുസരിച്ച് മറ്റേ NDPS ആക്ട് ഉണ്ട്, PIPS ആക്ട് ഉണ്ട്. ഇതിനനുസരിച്ച് നമുക്ക് അവർക്ക് ഡീറ്റെയിലൊക്കെ ചെയ്യാൻ പറ്റും. അതിനോട് ഭാഗമായിട്ട് വേറെ ഏറെയും പറഞ്ഞെങ്കിൽ ഗുണ്ടാക്കൾ ലഹരിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എതിരായിട്ട് ശക്തമായിട്ട് നടപടി ഉണ്ടാകും. അതിൽ യാതൊരു കുഴപ്പമില്ല. യോഗത്തിൽ പങ്കെടുത്ത മട്ടാഞ്ചേരി ഷിബു എന്ന ഗുണ്ടാ നേതാവും ഇയാളുടെ സുഹൃത്ത് ഷിഹാബും ഒരാളെ ബാറിൽ വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. AKG സെന്റർ ആക്രമണക്കേസിലെ 2ാം പ്രതി സുഹൈൽ, വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ റിയാസ്, 106 കിലോ കഞ്ചാവുമായി പിടിയിലായ ബിലാൽ തുടങ്ങി ക്രിമിനൽ കേസിലെ പ്രതികളായ 20ഓളം പേരാണ് കെ സുധാകരന്റെ യോഗത്തിൽ പങ്കെടുത്തത്. ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം എന്ന പേരിൽ കെ സുധാകരൻ വിളിച്ച യോഗം യഥാർത്ഥത്തിൽ ക്രിമിനലുകളുടെ യോഗമായി മാറുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.